ഇന്ത്യക്ക് മേൽ ട്രംപ് താരിഫ് ചുമത്തുമ്പോൾ ഇന്ത്യക്ക് പിന്തുണയേറി വരികയാണ്. ലോകരാജ്യങ്ങളിൽ യൂറോപ്പിൽ പല രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, നിശബ്ദമായി ഇന്ത്യക്ക് ഇസ്രായേൽ പോലും പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ അമേരിക്കയെ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു രാജ്യം ഇന്ത്യക്ക് പിന്തുണയുമായി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫിജിയാണ് അത്. ഈ ഫിജി എന്ന് പറയുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ അവരുമായിട്ട് സൈനിക സഹകരണം നടത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫിജി പ്രധാനമന്ത്രി സിതിനേവി ലിഗമഡ റബൂക്ക ഇന്ത്യ സന്ദർശന വേളയിലാണ്. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ സപ്രു ഹൗസിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിച്ച സമാധാന സമുദ്രം പ്രഭാഷണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സദസ്സുമായുള്ള സംഭാഷണത്തിനിടെ അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% താരിഫിനെയും അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ വിമർശിക്കുകയാണ് ഉണ്ടായത്. താരിഫുകളെ കുറിച്ച് പ്രധാനമന്ത്രി റബൂക്ക പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായുള്ള എൻ്റെ സമീപകാല കൂടിക്കാഴ്ചയിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ആരും നിങ്ങളിൽ സന്തുഷ്ടരല്ല, പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ നേരിടാൻ നിങ്ങൾ ശക്തനാണ് എന്നാണ് ഇന്ത്യയോട് പറഞ്ഞത്. അതായത് നിങ്ങളുടെ വളർച്ചയിൽ ലോകരാജ്യങ്ങൾ ആരും തന്നെ സന്തുഷ്ടരല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് പറഞ്ഞത് അതെല്ലാം നേരിടാൻ, അതായത് ആ അസന്തുഷ്ടി എല്ലാം നേരിടാൻ നിങ്ങൾ ശക്തനാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോരാത്തതിന് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുന്ന റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഇന്ത്യയുടെ വാങ്ങലിന് 25% അധിക നികുതി ഉൾപ്പെടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ ചുമത്തിയത് എടുത്തു പറയേണ്ടതാണ്. ഇത് ചെമ്മീൻ, വസ്ത്രങ്ങൾ, തുകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽ കേന്ദ്രീകൃത കയറ്റുമതി മേഖലകളെ ബാധിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി റബൂക്ക ഞായറാഴ്ചയാണ് ഡൽഹിയിലെത്തിയത്. സമുദ്ര സുരക്ഷ, വ്യാപാരം, ആരോഗ്യം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ശേഷി വികാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി മോദിയും ഫിജി പ്രധാനമന്ത്രി റബൂക്കയും തിങ്കളാഴ്ച വിപുലമായ ചർച്ചകൾ നടത്തി. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സമാധാനപരവും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഇൻഡോ പസഫിക്കിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള വഴികൾ അവർ ചർച്ച ചെയ്തു. ഈ രാജ്യങ്ങളും 7 കരാറുകളിലാണ് ഒപ്പുവെച്ചത് എന്ന റിപ്പോർട്ടുകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. ആഗോള സംഭവവികാസങ്ങൾ ചെറിയ രാജ്യങ്ങളെ ബാധിക്കുമെന്നും ഇന്ത്യ US ബന്ധങ്ങളിലെ പിരിമുറുക്കം ഫിജി പോലുള്ള രാജ്യങ്ങളെയും ബാധിക്കുമെന്നും ഫിജി പ്രധാനമന്ത്രി റബൂക്ക അഭിപ്രായപ്പെട്ടു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയത്തോട് അദ്ദേഹം യോജിക്കുകയും ആഗോള ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനുള്ള പിന്തുണ ഫിജി ആവർത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.